ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇന്ന് ജനുവരി 9 ലോക പ്രവാസി ദിനം. ഒരു പ്രവാസിയുടെ ഭാര്യ എന്നുള്ള നിലക്ക് ഈ ദിനത്തിനെക്കുറിച്ച് ഏറ്റവും പറയാൻ അർഹതയുള്ള ഒരാളാണ് ഞാനെന്ന് വിശ്വസിക്കുന്നു. മരുഭൂമിയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി പോകുന്ന കുറേ ആളുകൾ, അതിൽ പകുതിയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ വെറും കൈയോടെ മടങ്ങിയെത്തുന്നവർ. 30-40 വർഷം തൻ്റെ കുടുംബത്തിന് വേണ്ടി അവിടെ കഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് വീണ്ടും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ ആളുകൾ. അവർ ഒരു നേരത്തെ ഭക്ഷണമൊന്നും ചിലപ്പോൾ ശരിക്കും കഴിക്കുന്നുണ്ടാവില്ല. ആ പൈസയും കൂടെ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, നാട്ടിലേക്ക് മക്കളുടെ കാര്യങ്ങൾ, ഭാര്യയുടെ, അച്ഛൻ്റെ, അമ്മയുടെ, പെങ്ങന്മാരുടെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടാവാം. നാട്ടിലേക്ക് വരുമ്പോൾ സാധനങ്ങൾ വാങ്ങാൻ, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധനങ്ങൾ വാങ്ങാൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നവർ. നാട്ടിൽ വന്ന് തിരിച്ചു പോയ ആ മാസം മുതൽ അടുത്ത വരവിന് വേണ്ടിയുള്ള സാധനങ്ങൾ സ്വരുക്കൂട്ടി വെക്കും അവർ. അവർക്ക് ആരോടും പരാതിയില്ല, പരിഭവമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പോവാതിരുന്നാൽ പോരെ? പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും ചോദ്യം, പോവാതിരുന്നാൽ പോരെ? പക്ഷേ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത സിറ്റുവേഷനിലാണ് പലരും പ്രവാസിയായിട്ട് മാറുന്നത്. പിന്നെ പ്രവാസിയുടെ ഭാര്യ, പ്രവാസിയെ പോലെ തന്നെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് പ്രവാസിയുടെ ഭാര്യയും. കാരണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രവാസിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള, എല്ലാം തികഞ്ഞൊരുവൾ എന്നാണ് എല്ലാവരും കരുതുക. പക്ഷേ പലർക്കും പല തരത്തിലുള്ള വിഷമങ്ങളും വേദനകളും ഉണ്ട് എന്നുള്ളത് ആരും ചിലപ്പോൾ മനസ്സിലാക്കിയെന്ന് വരില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ അതിന് അല്ലെങ്കിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്, വികസനത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ പ്രവാസികളാണ്. പക്ഷേ പ്രവാസികൾക്ക് അതിന് അനുസരിച്ചിട്ടുള്ള അർഹത ഇവിടെ കിട്ടുന്നുണ്ടോ? ഒന്ന് നാട്ടിലേക്ക് വരുമ്പോഴോ ഒന്ന് തിരിച്ചു പോകുമ്പോഴോ ടിക്കറ്റിന് ഇപ്പോൾ 26,000 രൂപ. എത്ര മാസം കഷ്ടപ്പെട്ടാലാണ് അവർക്ക് ആ 26,000 ഉണ്ടാക്കാൻ പറ്റുകയെന്നറിയോ? പക്ഷേ എങ്ങനെയെങ്കിലും ആരുടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിയും അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കും. ഒരാഘോഷം വരുമ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണേ എന്ന് അവർ ആഗ്രഹിച്ച് ഓടി വരും. തിരിച്ചു പോയ 2 മാസം ഈ ടിക്കറ്റിൻ്റെ കടവും കൂടെ വീട്ടാനുള്ളതായിരിക്കും. പലരും അവിടെ രാവും പകലും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏട്ടനൊക്കെ പറയാറുണ്ട്, രാവും പകലും ഉണ്ടാവും അവിടെ പണിയും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എല്ലാ പ്രവാസികളെയും ഓർക്കാം. എല്ലാവർക്കും നല്ല രീതിയിൽ അവിടെ ജീവിച്ചു പോരാൻ ഭഗവാൻ കരുത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും പ്രവാസി ദിനാശംസകൾ.